ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു മെട്രിക്സസ് ആണ്. അതായത് രണ്ട് മെട്രിക്സുകളെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തത് ഒരു 2x2 രണ്ട് 2x2 മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മളൊരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കതിന് കുറച്ചും കൂടി ഒന്ന് വലുതാക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ഹയർ ഓർഡറിലുള്ള രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് നമ്മൾ എക്സാമ്പിൾസ് ചെയ്ത് തന്നെ നമുക്ക് ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ തറോ ആയി മാറും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ വർക്ക് ചെയ്യുന്നോ അത്രയും നമുക്ക് ഒരു എക്സ്പേർട്ടായി മാറാൻ നമുക്ക് സാധിക്കും. സോ നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു വേറൊരു മെട്രിക്സ് എടുക്കാം. ഒരു ഡിഫറെൻ്റ് ഓർഡറിലുള്ള ഒരു നമുക്കൊരു എ എന്ന് പറഞ്ഞിട്ടൊരു 2x3 ഓർഡറിലുള്ള മെട്രിക്സും ബി എന്ന് പറയുന്ന ഒരു 3x3 എടുക്കാം. ഓക്കെ, ബി എന്ന് പറയുന്നത് ഒരു 3x3 എന്നുള്ള ഓർഡറിലുള്ള മെട്രിക്സും കൺസിഡർ ചെയ്യാം. ഇവിടെ നോക്കൂ, നമുക്കിത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 3 ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസ് 3 ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 3 ആണ്. സോ ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എ ബി എന്ന മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. സോ എ ബി എന്ന മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, സോ ഇനി എനിക്കിഷ്ടമുള്ള രണ്ട് മെട്രിക്സ് കൺസിഡർ ചെയ്യാണ്. എ എന്ന് എ ആയിട്ട് ഞാനൊരു മെട്രിക്സ് എടുക്കാം, ഒരു 2x3 ഓർഡറുള്ള 2x3 ഓർഡർ എന്ന് പറയുമ്പോൾ 2 റോ 3 കോളം. സോ ഞാനൊരു മെട്രിക്സ് കൺസിഡർ ചെയ്യാം. 1 2 ഒരു 3 3 2 1 ഒരു 2 1 3. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ എടുത്ത് 2x3 ഇത് 3x3 ആയിട്ടുണ്ട് ഓർഡർ. നമുക്ക് 2x3 മതി. 2x3 ഓക്കെ, ഇത് മതി. 2x3 നമ്പർ ഓഫ് റോസ് 2 നമ്പർ ഓഫ് കോളംസ് 3. നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് 3x3 മെട്രിക്സ് ആണ്. ഒരു 1 2 3 4 5 6 ഒരു 3 1 5 2 3 5 2. ഓക്കെ, സോ ഇവിടെ നോക്കൂ, നമ്മളൊരു എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ബി എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2x3 ആണ്. ബീൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3x3 ആണ്. ഇനി ഞാൻ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് റിസൾട്ടിംഗ് ആയിട്ട് ഒരു എ ബി എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടും. ആ എ ബി എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് റോ എടുക്കുക. ഫസ്റ്റ് റോ ഈ മാർക്കറിൽ വരുന്നുണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ മാർക്കറിൻ്റെ ടോപ്പിൻ്റെ അവിടെ വരുന്നത് 1 ആണ്. സെൻറ്ററിൽ മിഡിൽ പൊസിഷനിൽ വരുന്നത് 2 ആണ്. നിബിൻ്റെ അവിടെ വരുന്നത് 3 ആണ്. ഈ മാർക്കറിനെ ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അതായത് ഫസ്റ്റ് കോളത്തിൻ്റെ ഒപ്പം പ്ലേസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം. ഓക്കെ, സോ 1 പോകുന്നത് 1ൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ 1 ഇൻറ്റു 1. ഇനി 2 പോകുന്നത്, അതായത് മിഡിലുള്ള 2 പോകുന്നത് മിഡിലിൽ വരുന്ന 4ൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ 2 ഇൻറ്റു 4, പിന്നെ അത് പ്ലസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് 3, ഈ നിബിൻ്റെ അടുത്ത് വരുന്നത് 3 ആണ്. ഈ 3 നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ 3 പോകുന്നത് 3യുടെ അടുത്തേക്ക് തന്നെയാണ്. അപ്പോൾ പ്ലസ് 3 ഇൻറ്റു 3. ഓക്കെ, ഇനി നെക്സ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം, അതായത് ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം. സോ 1 എന്ന് പറയുന്നത് ഈ ടോപ്പിൻ്റെ പൊസിഷനിലാണ്. അപ്പോൾ ഈ ടോപ്പ് പോകുന്നത് 2ൻ്റെ അടുത്തേക്കാണ്. 2 എന്ന് മിഡിലിൽ വരുന്നത് 2 ആണ്. ഈ 2 പോകുന്നത് 5ൻ്റെ അടുത്തേക്കാണ്. ഈ നിബിൻ്റെ അവിടെ വരുന്നത് 3 ആണ്. ഈ 3 പോകുന്നതും ഈ 5ൻ്റെ അടുത്തേക്കാണ്. സോ എന്ത് വരും, 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 5 പ്ലസ് 3 ഇൻറ്റു 5. ഓക്കെ, നെക്സ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു കോളം കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോ വിത്ത് തേർഡ് കോളം. സോ ഫസ്റ്റ് റോ വിത്ത് തേർഡ് കോളം നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ 1ൻ്റെ കൂടെ വരുന്നത് 3 ആണ്. സോ 1 പോകുന്നത് 3യുടെ അടുത്തേക്കാണ്. പ്ലസ് 2 പോകുന്നത് 6ൻ്റെ അടുത്തേക്കാണ്. 2 ഇൻറ്റു 6 പ്ലസ് 3 പോകുന്നത് 2ൻ്റെ അടുത്തേക്കാണ്. 3 ഇൻറ്റു 2. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു കോളം അവൈലബിൾ അല്ല. ഓക്കെ, സോ നമ്മൾ അടുത്ത റോയിലേക്ക് പോകും. നെക്സ്റ്റ് റോ വരുന്നത് 3 2 1. ഈ 3 2 1 എന്ന റോനെ ഫസ്റ്റ് കോളമായിട്ടും സെക്കൻഡ് കോളമായിട്ടും തേർഡ് കോളമായിട്ടൊക്കെ പ്ലേസ് ചെയ്യുക. സോ 3 2 1 എന്ന് പറയുന്ന റോ കൺസിഡർ ചെയ്യുക. റോനെ നമ്മൾ ഈ മാർക്കറിൽ എടുക്കുക. എന്നിട്ട് ഈ മാർക്കറിനെ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. സോ 3 പോകുന്നത് 1ൻ്റെ അടുത്തേക്കാണ്. 2 പോകുന്നത് 4ൻ്റെ അടുത്തേക്കാണ്. 1 പോകുന്നത് 3ൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 4 പ്ലസ് 1 ഇൻറ്റു 3. ഈ നെക്സ്റ്റ് എന്ത് വരും, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളമായിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 5
പ്ലസ് 1 ഇൻറ്റു 5 1 ഇൻറ്റു 5. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് റോനെ തേർഡ് കോളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 6 പ്ലസ് 1 ഇൻറ്റു 2. അതായത് 3 പോകുന്നത് ഈ 3യുടെ അടുത്തേക്കായിരിക്കും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ടോപ്പിൻ്റെ ഭാഗത്ത് 3, മിഡിലിൽ 2, നിബിൻ്റെ ഭാഗത്ത് 1. അപ്പോൾ സോ അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ടോപ്പ് പോകുന്നത് 3യുടെ അടുത്തേക്കാണ്, മിഡിൽ വരുന്നത് 6ൻ്റെ അടുത്താണ്, 1 വരുന്നത് നിബ് വരുന്നത് 2ൻ്റെ അടുത്തേക്കാണ്. സോ 3 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 6 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 2. ഇതായിരിക്കും ആ മെട്രിക്സ് വരിക. എന്ത് ചെയ്യുന്നത്? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 ഇൻറ്റു 1 1 പ്ലസ് 2 ഇൻറ്റു 4 8 പ്ലസ് 3 ഇൻറ്റു 3 9 1 ഇൻറ്റു 2 2 പ്ലസ് 2 ഇൻറ്റു 5 10 പ്ലസ് 3 ഇൻറ്റു 5 15 1 ഇൻറ്റു 3 3 പ്ലസ് 2 ഇൻറ്റു 6 12 പ്ലസ് 3 ഇൻറ്റു 6 3 ഇൻറ്റു 2 6. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 3 ഇൻറ്റു 1 3 പ്ലസ് 2 ഇൻറ്റു ഇവിടെ എന്തായിരുന്നു? 4 ആണോ? ഓക്കെ, 2 ഇൻറ്റു 4 ആണ്. സോ 2 ഇൻറ്റു 4 8 പ്ലസ് 1 ഇൻറ്റു 3 3 3 ഇൻറ്റു 2 6 പ്ലസ് 2 ഇൻറ്റു 5 10 പ്ലസ് 1 ഇൻറ്റു 5 5 3 ഇൻറ്റു 3 9 പ്ലസ് 2 ഇൻറ്റു 6 12 പ്ലസ് 1 ഇൻറ്റു 2 2. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് വരുന്നത് 1 പ്ലസ് 8 പ്ലസ് 9 1 പ്ലസ് 8 പ്ലസ് 9 എന്ത് വരും? 1 പ്ലസ് 8 9 9 പ്ലസ് 9 18 3 പ്ലസ് 8 11 11 പ്ലസ് 3 14 2 പ്ലസ് 10 12 12 പ്ലസ് 15 എന്ന് പറയുന്നത് 27. ഓക്കെ, 6 പ്ലസ് 10 16 16 പ്ലസ് 5 21. ഇവിടെ എന്ത് വരും? 3 പ്ലസ് 12 15 15 പ്ലസ് 6 21. നെക്സ്റ്റ് 9 പ്ലസ് 12 21 21 പ്ലസ് 2 23. ഓക്കെ, സോ ഇതായിരിക്കും എ ബി എന്ന് പറയുന്ന റിസൾട്ട് മെട്രിക്സ്. ഓക്കെ, നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ നോക്കൂ. ഇവിടെ ബി എ എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കൽ പോസിബിൾ ആണോ? ബി എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ബി എന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 3/3 ആണ്. എൻ്റെ ഓർഡർ എന്താണ്? 2/3 ആണ്. ബി എ പോസിബിൾ ആണോ? ബി പോസിബിൾ അല്ല. കാരണം ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസ് 3 ആണ്. എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോ 2 ആണ്. 3 നോട്ട് ഈക്വൽ ടു 2 ആണ്. നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും സെയിം അല്ല. സോ ഇങ്ങനെ ഒരു മെട്രിക്സ് കണ്ടുപിടിക്കാൻ എന്തല്ല? പോസിബിൾ അല്ല. ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കൂ, നമ്മൾ ചെയ്തത് ഒരു 2/3 മെട്രിക്സും 3/3 മെട്രിക്സാണ് മൾട്ടിപ്ലൈ ചെയ്തത്. സോ ഫൈനലായിട്ട് വന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 3/3. ആ രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഒരു 2/3 മെട്രിക്സും ഒരു 3/3 മെട്രിക്സും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ റിസൾട്ടിംഗ് ആയിട്ട് വന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/3 ആണ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ ഫൈനൽ ഓർഡർ വന്നത് എന്നുള്ളത് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ മെട്രിക്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ജസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറയാം. പ്രോപ്പർട്ടീസ് പറയുമ്പോൾ അവിടെ നമ്മൾ കൂടുതലായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ടെക്സ്റ്റിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം. അതും ഇത് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു 2/3 3/3 ആണ്. ആ മെട്രിക്സ് വരുന്നത് എങ്ങനെയാണ്? അത് കുറച്ച് നെഗറ്റീവ് ടേംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആണ്. എന്നാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 1 3 5 1 3 5 5 -1 5 -1 -1. പിന്നെ ബി എന്ന് പറയുന്ന മെട്രിക്സ് വരുന്നത് 0 1 2 5 2 1 0 1 2 5 2 1 -1 2 1 -1 2 1. ഇതാണ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. അത് കണ്ടുപിടിക്കേണ്ടത് എ ബി ആണ്. എ ബി ഓക്കെ, എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം നമുക്കറിയാം എൻ്റെ ഓർഡർ എന്താണ്? 2/3 ആണ്. ബിൻ്റെ ഓർഡർ 3/3 ആണ്. ഫസ്റ്റത്തെ നമ്പർ ഓഫ് കോളം, രണ്ടാമത്തെ നമ്പർ ഓഫ് റോക്ക് ഈക്വൽ ആണ്. സോ എ ബി പോസിബിൾ ആണ്. സോ എ ബി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് ഒരുമിച്ച് എഴുതാം. 1 3 5 5 -1 -1. പിന്നെ രണ്ടാമത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് 0 1 2 5 2 1 -1 2 1. ഓക്കെ, ഇനി എ ബി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിളാണ്. ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളമായിട്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും?
1ൻ്റെ കൂടെ 1 പോകുന്നത് 0ൻ്റെ അടുത്തേക്കാണ്, 3 പോകുന്നത് 5ൻ്റെ അടുത്തേക്കാണ്, 5 പോകുന്നത് -1ൻ്റെ അടുത്തേക്കാണ്. ഇതാ ഇതിനെങ്ങനെ എടുത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ 1 × 0 പ്ലസ് 3 × 5 പ്ലസ് 5 × -1, 5 × -1. ഇനി നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം. 1 × 1 പ്ലസ് 3 × 2 പ്ലസ് 5 × 2, 1 × 1 പ്ലസ് 3 × 2 പ്ലസ് 5 × 2. ഓക്കെ, 1 × 1 പ്ലസ് 3 × 2 പ്ലസ് 5 × 2. ഓക്കെ, നെക്സ്റ്റ് പോകുന്നത് ഫസ്റ്റ് റോ പോകുന്നത് തേർഡ് കോളത്തിൻ്റെ സൈഡിലേക്കാണ്. അപ്പോൾ 1 × 2 പ്ലസ് 3 × 1 പ്ലസ് 5 × 1, 1 × 2 പ്ലസ് 3 × 1 പ്ലസ് 5 × 1. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം. എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ പോകുന്നത് ഫസ്റ്റ് കോളത്തിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ എന്ത് വരും? 5 പോകുന്നത് 0യുടെ അടുത്തേക്ക്, -1 പോകുന്നത് 5ൻ്റെ അടുത്തേക്ക്, -1 പോകുന്നത് -1ൻ്റെ അടുത്തേക്ക്. ഓക്കെ, ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 5 × 0 പ്ലസ് -1 × -1 × 5 പ്ലസ് -1 × 5 പ്ലസ് -1 × -1 പ്ലസ് -1 × -1. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ. ഈ ഫസ്റ്റ് റോ സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം 5 × 1 പ്ലസ് -1 × 2 പ്ലസ് -1 × -2 പ്ലസ് -1 × 2. ഓക്കെ, ഈ നെക്സ്റ്റ് സെക്കൻഡ് റോ പോകുന്നത് തേർഡ് കോളത്തിൻ്റെ അടുത്തേക്കാണ്. സോ 5 × 2 പ്ലസ് -1 × 1 പ്ലസ് -1 × 1. ഓക്കെ, 5 × 2 പ്ലസ് -1 × 1 പ്ലസ് -1 × 1. ഓക്കെ, എ വരുന്നത് 2/3, ബി വരുന്നത് 3/3. ഓക്കെ, ഇനി നോക്കൂ. ഇവിടെ വരുന്നത് എന്താണ്? ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. നമുക്ക് ചെയ്ത് നോക്കാം. 1 × 0 മീൻസ് 0. 3 × 5 ഈക്വൽ ടു 15 പ്ലസ് 15 പ്ലസ് 5 × -1 ഈക്വൽ ടു -5. അപ്പോൾ 1 × 0 0, 3 × 5 15 പ്ലസ് 5 × -1 ഈക്വൽ ടു -5. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 1 × 1 ഈക്വൽ ടു 1 പ്ലസ് 3 × 2 ഈക്വൽ ടു 6 പ്ലസ് 5 × 2 ഈക്വൽ ടു 10. നെക്സ്റ്റ് വരുന്നത് 1 × 2 പ്ലസ് 3 × 1 3 പ്ലസ് 5 × 1 5. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 5 × 0 0 പ്ലസ് -1 × 5 മീൻസ് -5 പ്ലസ് -1 × -1, അതായത് -1 × -1 ഈക്വൽ ടു 1, -1 × -1 ഈക്വൽ ടു 1. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 5 × 1 5 പ്ലസ് -1 × 2 ഈക്വൽ ടു -2 പ്ലസ് -1 × 2 ഈക്വൽ ടു -2. നെക്സ്റ്റ് 5 × 2 ഇറ്റ്സ് 10, -1 × 1 എന്ന് പറയുന്നത് -1 പ്ലസ് -1 × 1 ഇറ്റ്സ് -1. ഓക്കെ, ഇനി എന്ത് വരും? 15 പ്ലസ് -5 0 പോയി. 15 പ്ലസ് -5 ഈക്വൽ ടു 10. 15 പ്ലസ് -5 ഈക്വൽ ടു 10. ഇവിടെ എന്ത് വരും? 1 പ്ലസ് 6 പ്ലസ് 10, അതായത് 16 പ്ലസ് 1 ഈക്വൽ ടു 17. ഓക്കെ, നെക്സ്റ്റ് 5 പ്ലസ് 3 പ്ലസ് 2 മീൻസ് 5 പ്ലസ് 3 8 പ്ലസ് 2 10. ഓക്കെ, 10. നെക്സ്റ്റ് വരുന്നത് -5 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ -5 കൂടി നമ്മൾ 1 പ്ലസ് ചെയ്താൽ അത് -4 ആയി മാറും, -4. ഓക്കെ, നെക്സ്റ്റ് 5 പ്ലസ് -2 പ്ലസ് -2. 5 പ്ലസ് -2 എന്താണ്? 5 പ്ലസ് -2 പറഞ്ഞാൽ 3 പ്ലസ് -2 എന്ന് പറയുമ്പോൾ 1. ഓക്കെ, സോ ഇതെന്ത് വരും? 1 വരും. അതായത് 5 പ്ലസ് -2 പറഞ്ഞാൽ 3 ആണ്, 3 പ്ലസ് -2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഈ ഒരു എലമെൻറ്റ് 1 ആയി വരും. നെക്സ്റ്റ് ഇതെന്ത് വരും?
10 പ്ലസ് മൈനസ് 1 പ്ലസ് മൈനസ് 1, 10 പ്ലസ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ 9, 9 പ്ലസ് മൈനസ് 1 എന്ന് പറയുമ്പോൾ 8. സോ ലാസ്റ്റ് വരുന്ന എലമെൻറ്റ് എന്ത് വരും? 8. സോ നോക്കൂ എ ബി ഈ രണ്ട് മെട്രിക്സുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന റിസൾട്ടിങ് മെട്രിക്സ് എന്താണ്? 10, 17, 10 -4 1 8. ഇതായിരിക്കും എ ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണ മെട്രിക്സ്. ഓക്കെ, 10, 17, 10 -4 1 8. സോ ഇത് ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിലാണ് നമ്മൾ മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞൊരു കേസ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ എ ബി എന്താവണമെന്നില്ല, ബി എക്ക് ഈക്വൽ ആവണമെന്നില്ല. അതായത് കമ്മ്യൂട്ടേറ്റീവ് ആവണം നിർബന്ധമൊന്നുമില്ല. കമ്മ്യൂട്ടേറ്റിവിറ്റി ഇവിടെ ഹോൾഡ് ചെയ്യണം നിർബന്ധമില്ല. നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ 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 അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ഒരു കേസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം, വേറൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഓക്കെ നോക്കൂ, നമ്മൾ മുന്നേ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും രണ്ട് നമ്പറുകൾ. ഇപ്പോൾ രണ്ട് നമ്പറുകൾ ഒരു എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസറായിട്ട് 0 വരണമെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. ഇത് മെട്രിക്സ് ഒന്നുമല്ല, വെറുതെ രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ. ഇപ്പോൾ 5ഉം 7ഉം 5ഉം 2 മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ 10 ആണ്, 0 അല്ലല്ലോ. പക്ഷേ രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 0 വരണമെന്നുണ്ടെങ്കിൽ അതിലൊരു നമ്പർ നിർബന്ധമായിട്ടും 0 ആവണം. അതായത് ഒന്നെങ്കിൽ എക്സ് 0 ആവണം, അല്ലെങ്കിൽ വൈ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 0 ആണ് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എക്സ് 0 ആവണം, അല്ലെങ്കിൽ വൈ 0 ആവണം. രണ്ടും 0 ആയാലും ഓക്കെയാണ്, പക്ഷേ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിർബന്ധമായിട്ടും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ നോക്കൂ, 2 × 0 = 0. 0 വന്നതുകൊണ്ടാണ് 0 ആയത്. 0 × 5 = 0. 0 വന്നതുകൊണ്ടാണ് 0 ആയത്. അല്ലാതെ 0 അല്ലാതെ ഇവിടെ വേറെ ഏത് നമ്പറാണെങ്കിലും ആൻസർ എന്ത് വരില്ല? 0 വരില്ല. പക്ഷേ ഇപ്പോൾ ഈ നമ്പറുകളുടെ കേസിൽ ഞാൻ പറഞ്ഞു, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 0 വരണമെന്നുണ്ടെങ്കിൽ അതിലെ ഒരു നമ്പറെങ്കിലും നിർബന്ധമായിട്ടും 0 ആയിരിക്കണം. പക്ഷേ മെട്രിക്സിൻ്റെ കേസ് അങ്ങനെയല്ല. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സും ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ 0 മെട്രിക്സ് കിട്ടാം. എ 0 ആവണം നിർബന്ധമില്ല, ബിയും 0 മെട്രിക്സ് ആവണം നിർബന്ധമില്ല. ഓക്കെ, അതായത് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായിട്ട് 0 മെട്രിക്സ് വരാം. പക്ഷേ എ 0 മെട്രിക്സ് ആവണം നിർബന്ധമില്ല, ബി 0 മെട്രിക്സ് ആവണം നിർബന്ധമൊന്നുമില്ല. ആൻസർ ചിലപ്പോൾ എന്താവും? 0 മെട്രിക്സ് ആവും. 0 മെട്രിക്സിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0 മെട്രിക്സ് പറഞ്ഞാൽ ഒരു മെട്രിക്സ് ഏതെങ്കിലും ഒരു ഏത് ഓർഡറാണോ നിങ്ങൾ എടുക്കുന്നത് ആ ഒരു ഓർഡർ ആ ഓർഡറിൽ ഫുൾ എന്ത് വരും? സീറോസ് വരും. അങ്ങനെയാണെങ്കിലാണ് 0 മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ രണ്ട് മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റ് 0 മെട്രിക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ മെട്രിക്സുകൾ 0 ആവണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ എടുക്കുകയാണ്. 1 0 0 0 1 0 0 0. ബി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ് എടുക്കുകയാണ്. 0 0 0 1. ഓക്കെ, ഇത് 2/2 ആണ് ഓർഡർ, ഇതിൻ്റെ ഓർഡറും 2/2 ആണ്. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കൂ, ഇവിടെ നമുക്ക് എ ബി പോസിബിൾ ആണോ? എൻ്റെ നമ്പർ ഓഫ് കോളംസും ബിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണോ? ആണ്. എൻ്റെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 2 ആണ്, ബിൻ്റെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 2 ആണ്. 2 2. സോ മെട്രിക്സ് എ ബി എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. ഇനി അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ ബി കിട്ടുന്നത് എന്താണ് വരുന്നതെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളമായിട്ട് പ്ലേസ് ചെയ്യുക. അതായത് 1 × 0 0 × 0 1 × 0 + 0 × 0 അതിനല്ലേ വരിക. 1 പോകുന്നത് 0ൻ്റെ അടുത്തേക്കാണ്, 0 പോകുന്നത് 0ൻ്റെ അടുത്തേക്കാണ്. സോ 1 × 0 + 0 × 0. ഓക്കെ, ഇനി ഫസ്റ്റ് റോനെ സെക്കൻഡ് കോളമായിട്ട് പ്ലേസ് ചെയ്യാം. ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം. അപ്പോൾ 1 പോകുന്നത് വീണ്ടും 0ൻ്റെ അടുത്തേക്കാണ്, 0 പോകുന്നത് ഈ 1ൻ്റെ അടുത്തേക്കാണ്. സോ 1 × 0 + 0 × 1. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു കോളം പ്ലേസ് ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് റോയിലേക്ക് മൂവ് ചെയ്യും. നെക്സ്റ്റ് റോനെ സെക്കൻഡ് റോനെ ഫസ്റ്റ് കോളം വിത്ത് കോളത്തിൻ്റെ കൂടെ പ്ലേസ് ചെയ്യുക. സോ 0 പോകുന്നത് 0യുടെ അടുത്തേക്കാണ്, ഈ 0 പോകുന്നത് ഈ 0യുടെ അടുത്തേക്കാണ്. സോ എന്ത് വരും? 0 × 0 + 0 × 0. ഇനി സെക്കൻഡ് റോനെ സെക്കൻഡ് കോളത്തിൻ്റെ അടുത്ത് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ 0 പോകുന്നത് ഈ 0യുടെ അടുത്തേക്കാണ്, ഈ 0 പോകുന്നത് 1ൻ്റെ അടുത്തേക്കാണ്. സോ 0 × 0 + 0 × 1. ഇനി ഇതെന്താണെന്നുള്ളതെന്ന് എഴുതി നോക്കൂ. ഇതെന്താ വരുന്നത്? 1 × 0 = 0 + 0 × 0 = 0 1 × 0 = 0
പ്ലസ് 0 ഇൻറ്റു 1 ഈക്വൽ ടു 0, 0 ഇൻറ്റു 0 ഈക്വൽ ടു 0 പ്ലസ് 0 ഇൻറ്റു 0 ഈക്വൽ ടു 0, 0 ഇൻറ്റു 0 0, 0 ഇൻറ്റു 1 ഈക്വൽ ടു 0. സോ മൊത്തം എന്താണ് 0 0 0 0. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ, എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു സീറോ മെട്രിക്സ് ആണോ? അല്ല. 1 ഒരു പൊസിഷനിൽ 1 ഉണ്ട്, സോ ഇതൊരു സീറോ മെട്രിക്സ് അല്ല. ബി ഒരു സീറോ മെട്രിക്സ് ആയിരുന്നോ? അല്ല. സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിലുള്ള 1 ഉണ്ട്, സീറോ മെട്രിക്സ് അല്ല. പക്ഷേ എ ഇൻറ്റു ബി ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? സീറോ മെട്രിക്സ് കിട്ടി. അപ്പോൾ മനസ്സിലാക്കുക, രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സീറോ മെട്രിക്സ് വരാം. എയും ബിയും സീറോ മെട്രിക്സ് ആവണം നിർബന്ധമില്ല. എയും ബിയും നിങ്ങൾ സീറോ മെട്രിക്സ് അല്ലാത്ത മെട്രിക്സുകൾ എടുത്താലും ആൻസർ ചിലപ്പോൾ സീറോ മെട്രിക്സ് ആയിട്ട് വരാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്കിവിടെ ചുമ്മാ ബി എ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. വെറുതെ ജസ്റ്റ് ഫോർ എ ക്യൂരിയോസിറ്റി ബി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ബി എന്ത് വരും? സെക്കൻഡ് മെട്രിക്സ് ഫസ്റ്റ് മെട്രിക്സ് ആയി വരും. 0 0 0 1 ഇതായിരിക്കും ബി ഇൻറ്റു 1 0 0 0. എന്ത് വരും? ഈ ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0. ഓക്കെ, ഇതിൻ്റെ കൂടെ ആയിരിക്കും പോകുന്നത്. ഇനി ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0. ഇനി സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം 0 ഇൻറ്റു 0 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 0. ഇനി സെക്കൻഡ് റോ വിത്ത് സെക്കൻഡ് കോളം 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 1. ഓക്കെ, 0 ഇൻറ്റു 1 0 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 0 0 ഇൻറ്റു 0. ഓക്കെ, ഇതിൻ്റെ റിസൾട്ട് മെട്രിക്സ് എന്തായിരിക്കും? 0 0. സോ 0 0 0 0 0സ് 0 ഇൻറ്റു 1 0, 1 ഇൻറ്റു 0 0 പ്ലസ് ചെയ്താൽ 0, 0 ഇൻറ്റു 0 0, 0 ഇൻറ്റു 1 0 പ്ലസ് ചെയ്താൽ 0. അതും സീറോ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എ ബിയും ബി എയും സെയിം ആണ്. പക്ഷേ എപ്പോഴും എ ബിയും ബി എയും സെയിം ആയിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി എ ബി എൻ സീറോ മെട്രിക്സ് ആണ്, ബി എയും സീറോ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കുക, രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സീറോ മെട്രിക്സ് ആൻസർ ആയിട്ട് വരാം. പക്ഷേ ആ മെട്രിക്സുകൾ എന്താണെന്ന് നിർബന്ധമൊന്നുമില്ല. സീറോ മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ ആൻസർ സീറോ മെട്രിക്സ് വരാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്, ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് പറഞ്ഞു. ഇനി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു, മെട്രിക്സിൻ്റെ അഡിഷൻ്റെ പ്രോപ്പർട്ടീസ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്യാനുണ്ട്. അഡീഷൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിനായിട്ട് 4 പ്രോപ്പർട്ടീസാണ്. കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെയിനായിട്ട് 3 പ്രോപ്പർട്ടീസാണ്. നേരത്തെ പറഞ്ഞ അസോസിയേറ്റിവിറ്റി ഒക്കെ ഉണ്ട്, കമ്മ്യൂട്ടേറ്റിവിറ്റി ഒന്നുമില്ല. നമ്മൾ നേരത്തെ കാണിച്ചു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് നിർബന്ധമില്ല, കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നിർബന്ധമില്ല, എ ബി ചെയ്യുന്നതും ബി എ ചെയ്യുന്നതും സെയിം ആണെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ എക്സാമ്പിളൊക്കെ വെച്ച് കാണിച്ചു. സോ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് മെയിനായിട്ട് 3 പ്രോപ്പർട്ടീസാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റിവിറ്റി. അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. അല്ലെങ്കിൽ സിംപ്ലി ഐഡൻറ്റിറ്റി. ഓക്കെ, സോ ഈ 3 പ്രോപ്പർട്ടീസാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അസോസിയേറ്റിവിറ്റി എന്താണ്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്താണ്, ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ അത് വായിക്കുന്നുണ്ട്, നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസോസിയേറ്റിവിറ്റിയാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെട്രിക്സ് അഡിഷൻ്റെ കേസിൽ നമ്മൾ അസോസിയേറ്റിവിറ്റി ഡിസ്കസ് ചെയ്തതാണ്. അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും അസോസിയേറ്റിവിറ്റി. അതായത് അഡിഷൻ്റെ കേസിൽ അസോസിയേറ്റിവിറ്റി എന്തായിരുന്നു? നമ്മൾ A+B+C = A+B+C
ഇതായിരുന്നു അഡീഷൻ്റെ കേസിൽ അസോസിയേറ്റിവിറ്റി. 2 മെട്രിക്സ് ആഡ് ചെയ്തിട്ട് അതിനോട്ട് 3ാമത്തെ മെട്രിക്സ് ആഡ് ചെയ്യുന്നതും ലാസ്റ്റ് 2 മെട്രിക്സ് ആഡ് ചെയ്തിട്ട് 1ാമത്തെ മെട്രിക്സും ലാസ്റ്റ് ആഡ് ചെയ്ത് കിട്ടിയ മെട്രിക്സും തമ്മിൽ സം ചെയ്യുന്നത് ഈക്വൽ ആണെന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും അസോസിയേറ്റിവിറ്റി വരുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ 3 മെട്രിക്സുകൾ ഉണ്ട് എന്ന് വിചാരിക്കും. അതായത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ബി എന്ന് പറയുന്ന മെട്രിക്സ്, സി എന്ന് പറയുന്ന മെട്രിക്സ്, ഇതൊക്കെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ അസ്യൂം ചെയ്യണം. അതായത് ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, നമ്പർ ഓഫ് കോളംസ് നമ്പർ ഓഫ് റോക്ക് ഈക്വൽ ആണെന്നുള്ളത് 2 മെട്രിക്സുകളുടെ. അപ്പോൾ ഇതൊക്കെ ആ രീതിയിൽ തന്നെയാണെന്നുള്ളതൊന്ന് അസ്യൂം ചെയ്തേക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുമെന്നുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? എ ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി സി. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. അതായത് നിങ്ങൾ ഫസ്റ്റ് 2 മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആ കിട്ടിയ റിസൾട്ടിങ് മെട്രിക്സ് ഉണ്ടല്ലോ ആ മെട്രിക്സിനെ 3ാമത്തേലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, അത് ലെഫ്റ്റ് സൈഡ്. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 മെട്രിക്സ് ഉണ്ടല്ലോ ബിയും സിയും, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ എയും ഈ ബിയും സിയും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ 2 സൈഡും ഈക്വൽ ആണെങ്കിൽ അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്കിതൊക്കെ എക്സാമ്പിൾ വെച്ച് കാണിച്ച് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ആ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എ ഈക്വൽ ടു 1 2 3 4 1 2 3 4. ബി ഈക്വൽ ടു 1 0 2 - 3 1 0 2 - 3. C equal to 1 - 1 0 1 1 - 1 0 1. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ അസോസിയേറ്റിവിറ്റി, അതായത് അസോസിയേറ്റിവിറ്റി മൾട്ടിപ്ലിക്കേഷനിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. അത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ലൈനാണ് ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ വരുന്നത് എ ബി ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എ ബി കണ്ടുപിടിക്കണം. എ ബി എന്ത് വരും? എ ബി ഈക്വൽ ടു എയും ബിയും തമ്മിൽ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വരുന്നത് ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം. സോ 1 × 1 + 2 × 2 1 × 1 + 2 × 2. ഇനി ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം 1 × 0 + 2 × -3 1 × 0 + 2 × -3. ഓക്കെ. ഇനി സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം 3 × 1 + 4 × 2 3 × 1 + 4 × 2. ഇനി സെക്കൻഡ് റോ വിത്ത് സെക്കൻഡ് കോളം 3 × 0 + 4 × -3 3 × 0 + 4 × -3. ഓക്കെ, ഇതാണ് എ ബി വരുന്നത്. അപ്പോൾ എ ബി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? 1 × 1 = 1 2 × 2 4. അപ്പോൾ 1 + 4. പിന്നെ 1 × 0 0 + 2 × -3 എന്ന് പറയുന്നത് -6. പിന്നെ 3 × 1 3 4 × 2 8. അപ്പോൾ 3 + 8. പിന്നെ 3 × 0 0 + 4 × -3 4 × -3 എന്താണ്? -12. ഓക്കെ. ഇനി ഇതെന്ത് വരും? 1 + 4 = 5 0 + -6 = -6 3 + 8 = 11 0 + -12 = -12. അതായത് എ ബി നമുക്ക് കിട്ടി. എന്താണ്? 5 - 6 11 - 12. അതായത് എ ബി എന്താണ് വന്നത്? 5 - 6 11 - 12. ഓക്കെ. ഇനി എ ബിയും സിയും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇനി എന്താ ചെയ്യേണ്ടത്? എ ബി ഇൻറ്റു സി അപ്പോൾ എ ബി നമുക്കറിയാം. എ ബി എന്താണ്? 5 - 6 11 - 12. അതായത് 5 - 6 11 - 12. ഇതിലോട്ട് നമ്മൾ ആരെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം? നമ്മുടെ സി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. സി എന്താണ്? 1 - 1 0 1 1 - 1 0 1. ഇതെന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ചെക്ക് ചെയ്ത് നോക്കൂ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം, അതായത് 5 × 1 + -6 × 0 5 × 1 + -6 × 0. ഓക്കെ. ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം 5 × -1 + -6 × 1 5 × -1 + -6 × 1. ഓക്കെ. സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം അടുത്തത് അതാണല്ലോ. സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ 11 × 1 + -12 × 0 11 × 1 + -12 × 0. പിന്നെ സെക്കൻഡ് റോ വിത്ത് സെക്കൻഡ് കോളം 11 × -1 + -12 × 1. ആൻസറായിട്ട് വരുന്നത് 5 × 1 = 5
മൈനസ് 6 ഇൻറ്റു 0 0. അപ്പോൾ 5 പ്ലസ് 0. ഇനി 5 ഇൻറ്റു -1 -5, -6 ഇൻറ്റു 1 -6. അപ്പോൾ -5 പ്ലസ് -6. ഈ നെക്സ്റ്റ് 11 ഇൻറ്റു 1 11 പ്ലസ് -12 ഇൻറ്റു 0 0. 11 ഇൻറ്റു -1 -11 പ്ലസ് -12 ഇൻറ്റു 1 -12. നമുക്ക് ഇതിനൊന്ന് ഞാൻ മുകളിലേക്ക് എഴുതുന്നുണ്ട്, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നീ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതെന്ത് വരും? 5 പ്ലസ് 0 ഈക്വൾ ടു 5, -5 പ്ലസ് -6 ഈക്വൾ ടു -11, 11 പ്ലസ് 0 ഈക്വൾ ടു 11, -11 പ്ലസ് -12 ഈക്വൾ ടു -23. അപ്പോൾ ഇതാണ് നമ്മുടെ AB ഇൻറ്റു സി എന്ന് പറയുന്ന മെട്രിക്സ്. AB ഇൻറ്റു സി എന്ന് പറയുന്ന മെട്രിക്സ് വരുന്നത് 5 -11 11 -23. ഓക്കെ, ഇത് തന്നെയാണ് AB ഇൻറ്റു സി. അപ്പോൾ നമുക്ക് ഒരു സൈഡിലുള്ള AB ഇൻറ്റു സി എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടി, ഇനി റൈറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ നോക്കാം. റൈറ്റ് സൈഡ് എന്താണ്? A ഇൻറ്റു ബി സി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആരെ കണ്ടുപിടിക്കണം? ബ്രാക്കറ്റിനുള്ളിലുള്ള ആരാ? ബി സി. ബി സി എന്ത് വരും? ബി എന്ന് പറയുന്ന മെട്രിക്സ് 1 0 2 -3, സി എന്ന് പറയുന്ന മെട്രിക്സ് 1 -1 0 1. അപ്പോൾ 1 0 2 -3 1 -1 0 1 1 -1 0 1 1 -1 0 1. അതെന്ത് വരും? ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം. അപ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0. ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം, ഈ റോനെ ഇതിൻ്റെ കൂടെ. ഓക്കെ, ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം. അപ്പോൾ 1 ഇൻറ്റു -1 പ്ലസ് 0 ഇൻറ്റു 1. ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം. ഇനി സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം എന്ത് വരും? 2 ഇൻറ്റു 1 പ്ലസ് -3 ഇൻറ്റു 0 -3 ഇൻറ്റു 0. ഇനി സെക്കൻഡ് റോ വിത്ത് സെക്കൻഡ് കോളം 2 ഇൻറ്റു -1 പ്ലസ് -3 ഇൻറ്റു 1 2 ഇൻറ്റു -1 പ്ലസ് -3 ഇൻറ്റു 1. ഇതായിരിക്കും ബി സി വരിക. ഇനി ഇതിനൊന്ന് സോൾവ് ചെയ്ത് നോക്കും. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 1 ഇൻറ്റു 1 1 0 ഇൻറ്റു 0 0 1 ഇൻറ്റു -1 -1 പ്ലസ് 0 ഇൻറ്റു 1 0 2 ഇൻറ്റു 1 2 പ്ലസ് -3 ഇൻറ്റു 0 0 2 ഇൻറ്റു -1 -2 പ്ലസ് -3 ഇൻറ്റു 1 -3. ഇതെന്ത് വരും? 1 ഇൻറ്റു 0 1 പ്ലസ് 0 1 -1 പ്ലസ് 0 -1 2 പ്ലസ് 0 2 -2 പ്ലസ് -3 -5. ഇതായിരിക്കും ബി സി വരിക. ഓക്കെ, നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്ക് എ ഇൻറ്റു ബി സി ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ഇൻറ്റു ബി സി എന്ത് വരും? എ നമുക്കറിയാം. എ ഇൻറ്റു ബി സി എന്താണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്? ഓക്കെ, എ എന്താണ്? എ നമുക്കറിയാവുന്നതാണ് 1 2 3 4 1 2 3 4. ഇനി ബി സി എന്ത് കിട്ടി? ബി സി എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എന്താണ്? 1 -1 2 -5. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. എന്ത് വരും? ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം, അതായത് 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2 2 ഇൻറ്റു 2. ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം 1 ഇൻറ്റു -1 പ്ലസ് 2 ഇൻറ്റു -5 2 ഇൻറ്റു -5. സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം 3 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 2 4 ഇൻറ്റു 2. സെക്കൻഡ് റോ വിത്ത് സെക്കൻഡ് കോളം 3 ഇൻറ്റു -1 പ്ലസ് 4 ഇൻറ്റു -5. അതെന്ത് വരും? ചെറുതാക്കി നോക്കൂ. 1 ഇൻറ്റു 1 1 2 ഇൻറ്റു 2 4. അപ്പോൾ 1 പ്ലസ് 4 1 പ്ലസ് 4 1 ഇൻറ്റു 1 -1 പ്ലസ് 2 ഇൻറ്റു -5 -10. ഓക്കെ, ഇനി 3 ഇൻറ്റു 1 3 പ്ലസ് 4 ഇൻറ്റു 2 8 3 ഇൻറ്റു -1 -3 പ്ലസ് 4 ഇൻറ്റു -5 4 ഇൻറ്റു -5 എന്ന് പറഞ്ഞാൽ -20. ഇനി ഇതിനൊന്നും കൂടി ചെറുതാക്കി നോക്കും. 1 ഇൻറ്റു 1 പ്ലസ് 4 5 -1 പ്ലസ് -10 -11 3 പ്ലസ് 8 11 -3 പ്ലസ് -20 -23. നോക്കി നോക്കൂ. എ ഇൻറ്റു ബി സി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് കിട്ടിയത് 5 -11 11 -23. അതേപോലെ എ ബി ഇൻറ്റു സി എന്ന മെട്രിക്സ് കിട്ടിയതും 5 -11 11 -23. രണ്ട് മെട്രിക്സും എന്താണ്? സെയിം ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. എ ഇൻറ്റു ബി എ ബി ഇൻറ്റു സി ചെയ്യുന്നതും എ ഇൻറ്റു ബി സി ചെയ്യുന്നതും എന്താണ്? സെയിം ആണ്. സോ ഇതാണ് മെട്രിക്സ്
മൾട്ടിപ്ലിക്കേഷൻ്റെ അസോസിയേറ്റിവിറ്റി. അപ്പോൾ നിങ്ങളോട് ഒരു പ്രോബ്ലം തന്നിട്ട് അല്ലെങ്കിൽ 3 മെട്രിസസ് തന്നിട്ട് ആ മെട്രിസസിൻ്റെ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണം. അതായത് AB/C = A/BC. ഓക്കെ, ഈ ഒരു രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം 2 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആ കിട്ടിയ ആൻസറും 3ാമത്തെ മൾട്ടിപ്ലൈ ചെയ്യുക, അവിടെ വെക്കുക. പിന്നെ ലാസ്റ്റത്തെ 2 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 1ാമത്തതും ഈ ലാസ്റ്റത്തെ 2 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 സൈഡിലും കിട്ടുന്നത് ഒരേ മെട്രിക്സുകളാണ് എന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, കാണിക്കാൻ കഴിയും. സോ ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തൊരു പ്രോപ്പർട്ടിയാണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ അടുത്ത പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡിഷൻ. ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡിഷൻ. അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നതാണ്. ഈ പേരുകളൊക്കെ പഠിച്ചു വെക്കുന്നുണ്ടോ? അതായത് അസോസിയേറ്റിവിറ്റി എന്താ, കമ്മ്യൂട്ടേറ്റിവിറ്റി എന്താ, അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്താ, അഡിറ്റീവ് ഇൻവേഴ്സ് എന്താ, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്താ, ഇത് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ആ പേര് വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡിഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഓക്കെ, നമ്മൾ നേരത്തെ പോലെ തന്നെ 3 മെട്രിക്സുകൾ കൺസിഡർ ചെയ്യാം, A/B/C. ഓക്കെ, ഇനി പ്രോപ്പർട്ടി പറയുന്നത് A/B+C = AB+AC. എന്താണ് ആ പ്രോപ്പർട്ടി? അതായത് നിങ്ങൾ 2 മെട്രിക്സ് സം ചെയ്യാം, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എപ്പോഴും ഫസ്റ്റ് ചെയ്യുക, 2 മെട്രിക്സ് സം ചെയ്യുക, ബിയും സിയും സം ചെയ്യുക, എന്നിട്ട് എയും ആ കിട്ടിയ ആൻസറും മൾട്ടിപ്ലൈ ചെയ്യുക, അത് ഒരു സൈഡിൽ വെക്കുക. പിന്നെ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുക, എയും സിയും മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇത് രണ്ടും പ്ലസ് ചെയ്ത് കിട്ടുന്നതും ഇവിടെ ചെയ്ത് കിട്ടുന്നതും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇതാണ് കൂടി ഞാൻ പറയാം, എ എന്ന് പറയുന്ന മെട്രിക്സ് അവിടെ പ്ലേസ് ചെയ്യുക, ഈ ബിയും സിയും തമ്മിൽ സം ചെയ്യാം, എന്നിട്ട് എയും ആ കിട്ടിയ ആൻസറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുക, എയും സിയും മൾട്ടിപ്ലൈ ചെയ്യുക, എയും ബിയും എയും സിയും, എന്നിട്ട് ആ കിട്ടിയ ആൻസേഴ്സ് തമ്മിൽ പ്ലസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2 സൈഡും ഈക്വൽ ആണ് എന്നാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പറയുന്നത്. നമുക്ക് നേരത്തെ സെയിം എക്സാമ്പിൾ എടുത്തിട്ടൊന്ന് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ അതേ എക്സാമ്പിൾ എടുക്കാം. A = 1 2 3 4, B = 1 0 2 -3, 1 0 2 -3, C = 1 -1 0 1. ഓക്കെ, നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യേണ്ടത് എന്നാണ് കാണിക്കേണ്ടത്. അതായത് A/B+C = AB+AC എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, B+C കണ്ടുപിടിക്കാം. B+C ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഫസ്റ്റ് ചെയ്യണം. അപ്പോൾ B+C നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. 2 മെട്രിക്സ് സം ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിം ഓർഡർ ആവണമെന്നുള്ളൊരു കണ്ടീഷനേ ഉള്ളൂ. സെയിം ഓർഡർ ആണോ? 2/2 ആണ്, 2/2 ആണ്. സോ സെയിം ഓർഡർ ആണ്. സം ചെയ്യാം. 1 + 1 എന്ത് വരും? 2. B+C സം ചെയ്യുമ്പോൾ 1 + 1 2. 0 + -1 = -1. 2 + 0 = 2. -3 + 1 = -2. അതായത് 1 + 1 = 2, 0 + -1 = -1, 2 + 0 = 2, -3 + 1 = -2. സോ B+C നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എയും B+Cയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് A/B+C. ഓക്കെ, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എ എന്താണ്? 1 2 3 4, 1 2 3 4. ഇനി B+C എന്താണ്? B+C 2 - 1 2 - 2. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ റിസൾട്ടിംഗ് മെട്രിക്സ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം. അപ്പോൾ 1 2ൻ്റെ അടുത്തേക്കും 2 2ൻ്റെ അടുത്തേക്കും പോകും. അപ്പോൾ 1 × 2 + 2 × 2. ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം. 1 - 1ൻ്റെ അടുത്തേക്ക് 2 - 2ൻ്റെ അടുത്തേക്ക്. 1 × -1 + 2 × -2. സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം. അപ്പോൾ 3 × 2 + 4 × 2. 3 × 2 + 4 × 2. സെക്കൻഡ് റോ വിത്ത് സെക്കൻഡ് കോളം. 3 - 1ൻ്റെ അടുത്തേക്ക് പോകും, 4 - 2ൻ്റെ അടുത്തേക്ക് പോകും. 3 × -1 + 4 × -2. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 × 2 2.
2 into 2 4, 1 into minus 1 minus 1, 2 into minus 2 plus minus 4, 3 into 2 6, 4 into 2 8, 3 into minus 1 minus 3 plus 4 into minus 2 minus 8. ഇതെന്താണ് വരിക? 2 plus 4 equal to 6, minus 1 plus minus 4 equal to minus 5, 6 plus 8 14, minus 3 plus minus 8 minus 11. So matrix വരുന്നത് 6 minus 5 matrix വരുന്നത് സെക്കൻഡ് ഓക്കെ 6 minus 5 14 minus 11. ഓക്കെ കറക്റ്റാണ്. ഇതാണ് മെട്രിക്സ് വരുന്നത്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ചെയ്തു എ ഇൻറ്റു ബി പ്ലസ് സി ചെയ്തപ്പോൾ ഇതാണ് നമുക്ക് മെട്രിക്സ് കിട്ടിയത്. നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്ത് നോക്കാം. എന്ത് എ ബി പ്ലസ് എ സി ചെയ്ത് നോക്കണം. എ ബി പ്ലസ് എ സി ഇതന്നെയാണോ വരുന്നത് ചെക്ക് ചെയ്യാം. എ ബി പ്ലസ് എ സി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എ ബി ചെയ്ത് നോക്കണം. എ ബി ചെയ്യുമ്പോൾ എന്ത് വരും? എ ബി ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എ 1 2 3 4 ആണ്. ബി 1 0 2 minus 3. എ വരും 1 2 3 4 1 0 2 minus 3 1 0 2 minus 3. അതെന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം 1 into 1 plus 2 into 2 1 into 0 plus 2 into minus 3 3 into 1 second row with first column 3 into 1 plus 4 into 2 3 into 0 plus 4 into minus 3 equal to 1 into 1 1 plus 4 0 plus minus 6 3 plus 8 0 plus minus 12. Okay, 1 into 1 1 2 into 2 4 1 plus 4 1 into 0 0 2 into minus 3 minus 6 0 plus minus 6 3 into 1 3 4 into 2 8 3 plus 8 3 into 0 0 4 into minus 3 minus 12. ഇനി ഇത് പ്ലസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? equal to 1 plus 4 5 0 plus minus 6 minus 6 3 plus 8 11 0 plus minus 12 minus 12. ഓക്കെ, ഇതിനപ്പോൾ നമുക്ക് എ ബി കിട്ടി. എ ബി കണ്ടുപിടിച്ചു. ഇനി അതേപോലെ ആരെ കണ്ടുപിടിക്കണം? എ സി കണ്ടുപിടിക്കണം. എ സി ഈക്വൽ ടു എന്ത് വരും? എ എന്താണ്? 1 2 3 4 ആണ്. എ 1 2 3 4 ആണ്. സി എന്താണ്? 1 minus 1 0 ആണ്. എ സി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എ സി കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം അതെന്ത് വരും? 1 into 1 plus 2 into 0 first row with the second column 1 into minus 1 plus 2 into 1 second row with the first column 3 into 1 plus 4 into 0 second row with the second column 3 into minus 1 plus 4 into 1. Simplify നോക്കും. എന്ത് വരും? 1 into 1 1 plus 2 into 0 0 1 into minus 1 minus 1 2 into 1 2 3 into 1 3 plus 4 into 0 0 3 into minus 1 minus 3 plus 4 into 1 4. ഞാൻ ചെറുതാക്കി കഴിഞ്ഞാൽ എന്ത് വരും? 1 minus 1 plus 2 1 3 plus 0 3 minus 3 plus 4 1. ഇതാണ് നമുക്ക് എ സി വരുന്നത്. അതായത് എ സി കിട്ടി. എ ബി ഇവിടെ കിട്ടി. എ ബി ഇതാണ്, എ സി ഇതാണ്. എ ബി എ സി. ഇനി എ ബി എ സി തമ്മിൽ എന്ത് ചെയ്യണം? സം ചെയ്യണം. അതായത് എ ബി പ്ലസ് എ സി എന്ത് വരും? എ ബി എന്താ കിട്ടിയത്? 5 minus 6 11 minus 12. എ സി എന്താ വന്നത്? പ്ലസ് ചെയ്യല്ലേ വേണ്ടേ? രണ്ടും പ്ലസ് ചെയ്യണം. എ സി എന്ത് വന്നു? 1 1 3 1 1 1 3 1. ഒന്ന് പ്ലസ് ചെയ്ത് നോക്കൂ. 5 plus 1 6 5 1 6 minus 6 plus 1 it's minus 5 11 plus 3 it's 14 minus 12 plus 1 it's minus 11. ഓക്കെ, ഇതന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. നോക്കൂ, എ ബി പ്ലസ് എ സി ചെയ്തപ്പോൾ വന്നത് 6 minus 5 14 minus 11. നമ്മൾ എ ഇൻറ്റു ബി പ്ലസ് സി ചെയ്തപ്പോഴും വന്നത് 6 minus 5 14 minus 11. സോ നമുക്ക് എന്ത് കിട്ടി? എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. അതായത് ഈ മെട്രിക്സ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വരും, 3 മെട്രിക്സ് എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സംഭവം പഠിച്ചു വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി ആണ് എന്ന് പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിലെ ഏറ്റവും ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഐഡൻറ്റിറ്റി.
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന പ്രോപ്പർട്ടിയാണ് ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സ്ക്വയർ മെട്രിക്സിനും നമുക്കൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് പറയാൻ കഴിയും. അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി മെട്രിക്സ് പറയാൻ കഴിയും. അതായത് നിങ്ങളൊരു എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ്, ഒരു 2x2 മെട്രിക്സ് എടുത്തോ, നിങ്ങൾക്ക് അവിടെ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി നമ്മൾ ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഈ എയും ഐയും അതിൻ്റെ ഓർഡർ 2x2 തന്നെ ആവണം. അതായത് സ്ക്വയർ മെട്രിക്സുകൾക്കേ ഐഡൻറ്റിറ്റി മെട്രിക്സ് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഏതൊരു സ്ക്വയർ മെട്രിക്സിനും നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് പറയാൻ കഴിയും. ഓക്കെ, ഏത് സ്ക്വയർ മെട്രിക്സിന് ഐഡൻറ്റിറ്റി മെട്രിക്സ് പറയാൻ കഴിയും. ആ ഐഡൻറ്റിറ്റി മെട്രിക്സും എയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ തന്നെ കിട്ടണം. നേരത്തെ നമ്മൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി പറഞ്ഞായിരുന്നു. അഡിറ്റീവ് ഐഡൻറ്റിറ്റി പറഞ്ഞാൽ എനോട് സീറോ മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് സീറോ മെട്രിക്സിനെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഏതൊരു മെട്രിക്സിനോടും നമ്മൾ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടണം. അതിനാണ് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയാം. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി വരുന്നത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ ഒരു 2x2 ഓർഡറുള്ള മെട്രിക്സ് ആണ് എ എന്ന് വിചാരിക്കുക. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി, ഇതിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്നാണ് നമ്മൾ പറയുക. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് 1 0 0 1. അതായത് മെയിൻ ഡയഗണലിൽ 1 കൊടുക്കുക, ബാക്കിയൊക്കെ 0 ആക്കി മാറ്റുക. അതായത് മെയിൻ ഡയഗണലിൽ 1 കൊടുക്കുക, ബാക്കി ഫുള്ള് 0 ആക്കി മാറ്റുക. ഇനി 3x3 നിങ്ങളോ മെട്രിക്സ് 3x3 ഓർഡർ ആണെങ്കിൽ ഇതിൻ്റെ ഐഡൻറ്റിറ്റി 3x3 മെട്രിക്സ് വരുന്നത്, ഇതിൻ്റെ ഐഡൻറ്റിറ്റി 3x3 മെട്രിക്സ് എന്ന് പറയുന്നത് 1 0 0 0 1 0 0 0 1. ഓക്കെ, ഇനി നിങ്ങളെ സി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു, അതിൻ്റെ ഓർഡർ 4x4 ആണ്. അതിനാണെങ്കിൽ 4 റോ 4 കോളം. അതിനാണെങ്കിൽ ഇതിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ I4, അത് 1 0 0 0 0 1 0 0 0 0 1 0 0 0 0 1. ഇതാണ് 4x4 മെട്രിക്സിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ്. മനസ്സിലാക്കി വെക്കുക. 0 ഇനി ഒരു റോ ഒരു കോളം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു D 1/1, ഒരു സിംപ്ലി ഒരു റോ ഒരു കോളം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് അതേ ഓർഡറിലുള്ള മെട്രിക്സ് വിത്ത് ഡയഗണൽ എലമെൻറ്റ്സ് ഫുള്ള് 1 ആക്കി കൊടുക്കുക. മെയിൻ ഡയഗണൽ ഫുള്ള് 1 ആക്കി എഴുതുക. അല്ലാത്ത നോൺ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് മുഴുവൻ സീറോസ് ആക്കി അറേഞ്ച് ചെയ്യാം. സോ അതായിരിക്കും ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് വരിക. 2x2ൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താണ്? 1 0 0 1. 3x3 ആകുമ്പോൾ റോയും കോളം കൂടി എക്സ്ട്രാ വരും. 1 0 0 0 1 0 0 0 1. 4x4 ആകുമ്പോൾ 1 0 0 0 ഈ രീതിയിൽ സീറോസിനെയും 1ൻ്റെ ഡയഗണലിലും സീറോസിനെ അല്ലാത്ത പ്ലേസിലൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെട്രിക്സിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എ എന്നുള്ള മെട്രിക്സ് 1 2 3 4 എടുത്തു. ഓക്കെ, നമുക്ക് തെളിയിക്കേണ്ടത് ഈ ഇതിൻ്റെ ഓർഡർ എന്താണ്? 2x2 ഓർഡറിൽ വരുന്ന ഐ, അതായത് 2x2 ഓർഡർ 1 0 0 1. ഇതിൻ്റെ ഐഡൻറ്റിറ്റിയാണ് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? AI ഈക്വൽ ടു അല്ലെങ്കിൽ എ എന്ന് തന്നെ കിട്ടണം, അല്ലെങ്കിൽ ഈക്വൽ ടു IA. അതായത് എയും ഐയും മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എ കിട്ടണം, ഐയും എയും മൾട്ടിപ്ലൈ ചെയ്താലും എ തന്നെ കിട്ടണം. അതായത് നിങ്ങൾ ഐഡൻറ്റിറ്റീവായിട്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതേ മെട്രിക്സ് തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് മുകളിലാക്കിയിട്ട് എഴുതുന്നുണ്ട്, അതേ ഇത് വൈപ്പ് ചെയ്താൽ മതി. ഇത് വൈപ്പ് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്കാക്കിയിട്ട് എഴുതാം. ഓക്കെ, എ എന്ന് പറയുന്നത് 1 2 3 4 ആണ്. ഐഡൻറ്റിറ്റി ആയിട്ട് എന്താ വരുന്നത്? ഐഡൻറ്റിറ്റി ഈക്വൽ ടു 1 0 0 1. നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, AI ചെയ്ത് നോക്കാം. AI എന്താ വരിക? ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം, അതായത് 1 × 1 + 2 × 0. പിന്നെ ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം 1 × 0 + 2 × 1. ഓക്കെ, പിന്നെ സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം 3 × 1 + 4 × 0. പിന്നെ സെക്കൻഡ് റോ വിത്ത് സെക്കൻഡ് കോളം 3 × 0 + 4 × 1. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നേ ഉള്ളൂ. അതായത് ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം, സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ വിത്ത് സെക്കൻഡ് കോളം. ഇതെന്താ വരുന്നത്? 1 × 1 1 + 2 × 0 2 0 1 × 0 0 + 2 × 1 2 3 × 1
3 പ്ലസ് 4 ഇൻറ്റു 0 4 സോറി 0 ഓക്കെ 0 ഇനി 3 ഇൻറ്റു 0 0 പ്ലസ് 4 ഇൻറ്റു 1 4 ഇൻറ്റു 1 4 ഓക്കെ. ഇനി സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. എന്ത് വരും? 1 പ്ലസ് 0 1 0 പ്ലസ് 2 2 3 പ്ലസ് 0 3 0 പ്ലസ് 4 4 ഇതന്നെയല്ലേ? ഏതന്നെയല്ലേ വന്ന്? അതായത് എനോട് നിങ്ങൾ ഈ ഐഡൻറ്റിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എന്ത് വന്നത്? എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നെയാണ് വന്നത്. അതായത് AI ഈക്വൽ ടു എ. അതായത് ഇത് എന്തായതുകൊണ്ടാണ്? ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇനി നമുക്ക് തിരിച്ചു ചെയ്ത് നോക്കാം. IA ചെയ്ത് നോക്കാം. IA എന്ന് പറയുമ്പോൾ I ഫസ്റ്റ് വരും 1 0 0 1, A സെക്കൻഡ് വരും 1 2 3 4. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കൂ. എന്ത് വരും? ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 3, പിന്നെ 1 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു 4, 1 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു 4, പിന്നെ 0 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 3, 0 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 3, പിന്നെ 0 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 4, 0 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 4. ഇനി ഇതെന്ത് വരും? 1 ഇൻറ്റു 1 1, 0 ഇൻറ്റു 3 0, 1 ഇൻറ്റു 2 2, 0 ഇൻറ്റു 4 0, 0 ഇൻറ്റു 1 0 പ്ലസ് 1 ഇൻറ്റു 3 3, 0 ഇൻറ്റു 2 0 പ്ലസ് 1 ഇൻറ്റു 4 4. അപ്പോൾ എന്ത് വരും? 1 2 3 4 എ. അപ്പോൾ IA ചെയ്യുമ്പോഴും AI ചെയ്യുമ്പോഴും എ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇതെന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ 2x2 ഓർഡറുള്ള ഒരു മെട്രിക്സിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് ഈ രീതിയിൽ എഴുതിയിട്ടുള്ളത്. 3x3 ഓർഡറുള്ള മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈ ഒരു രീതിയിലായിരിക്കും വരിക. നിങ്ങൾ ഏതൊരു 3x3 മെട്രിക്സ് എടുത്തിട്ട് ഇഷ്ടമുള്ളൊരു 3x3 മെട്രിക്സ് എടുത്തിട്ട് വെറുതെ അതിനെ ഈ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ആദ്യം എടുത്ത 3x3 മെട്രിക്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. സോ ഇതാണ് 3x3 മെട്രിക്സിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇതാണ് 2x2 മെട്രിക്സിൻ്റെ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ ഈ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നമ്മൾ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ മറ്റ് കേസുകൾ പറഞ്ഞ പോലെയോ അത്ര ബുദ്ധിമുട്ടില്ലാത്തൊരു സംഭവമാണ് ട്രാൻസ്പോസ്. അതായത് ഇപ്പോൾ ഒരു മെട്രിക്സ് എ, അതിൻ്റെ ട്രാൻസ്പോസിനെ നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. എൻ്റെ ട്രാൻസ്പോസിനെ എ ട്രാൻസ്പോസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എ ട്രാൻസ്പോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് അതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. അതായത് ഇൻ്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ്, ഇതാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എന്ന് വിചാരിക്കും 1 2 3 4 5 6. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ റോസിനെ എന്ത് ചെയ്യുക? കോളം ആക്കി എഴുതുക. അതായത് ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി പ്ലേസ് ചെയ്യുക 1 2 3, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം ആക്കി പ്ലേസ് ചെയ്യുക 4 5 6. ഇതാണ് എൻ്റെ ട്രാൻസ്പോസ്. ഓക്കെ. ഇനി വേറൊരു മെട്രിക്സ് എടുത്ത് നോക്കൂ. ഒരു ബി എന്ന് പറയുന്ന മെട്രിക്സ് ഒരു 6 0 1 2. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ത് വരും? ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം ആക്കി എഴുതുക 6 0, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം ആക്കി എഴുതുക 1 2. ഓക്കെ, ഇതാണ് ഈ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് വരുന്നത്. അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ തന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം ആക്കി പ്ലേസ് ചെയ്യുക, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം ആക്കി പ്ലേസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ട്രാൻസ്പോസ് എന്നുള്ള മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഈ ട്രാൻസ്പോസിൻ്റെ കേസിൽ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ്. ഓക്കെ, നമുക്കൊരു 5 പ്രോപ്പർട്ടീസ് പഠിക്കാണ്ട് ട്രാൻസ്പോസിൻ്റെ കേസിൽ. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. അതായത് നമ്മളൊരു മെട്രിക്സ് എടുത്തു, ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തു, വീണ്ടും ആ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എടുത്തു, അതിനാണെങ്കിൽ നമുക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടും. ഓക്കെ, അതായത് നമ്മളൊരു മെട്രിക്സ് എടുത്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് വീണ്ടും ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഞാൻ എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു 1 2 3 4 എഴുതി. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ത് വരും? എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം ആക്കുക 1 2, സെക്കൻഡ് റോ സെക്കൻഡ് കോളം 3 4. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് വീണ്ടും എടുത്ത് നോക്കൂ. എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്ത് വരും? ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം ആക്കുക 1 3, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം ആക്കുക 2 4. എന്താണ് ഇത് തന്നെയല്ലേ? 1 2 3 4. അതാണ് ഒരു പ്രോപ്പർട്ടി. ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ്
ആ മെട്രിക്സ് തന്നെ ആയിരിക്കും. അതായത് നിങ്ങൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തു, വീണ്ടും അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എ എന്ന മെട്രിക്സ് എന്താണോ അത് തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, വേറെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഇത് കണ്ടുപിടിച്ച് നോക്കാം. എ ഈക്വൽ ടു ഒരു 1 2 3 4 5 6 എടുത്ത് നോക്കൂ. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ത് വരും? 1 2 3 4 5 6 അല്ലേ? ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം ആക്കുക, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കുക. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ത് വരും? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 4, സെക്കൻഡ് റോ സെക്കൻഡ് കോളം 2 5, തേർഡ് റോ തേർഡ് കോളം 3 6. ഇതന്നെയല്ലേ? ഓക്കെ, സെയിം മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ആ മെട്രിക്സ് തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ വിട്ടുപോയൊരു കാര്യമുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? 2/3. അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്താ വന്നത്? 3/2. ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? 2/2. അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്താ? 2/2. അതായത് നിങ്ങൾ നോക്കൂ, ഒരു മെട്രിക്സ് എഴുതിയാൽ അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ നേരെ തിരിഞ്ഞാൽ വരിക. അപ്പോൾ എൻ്റെ ഓർഡർ m/n ആണെങ്കിൽ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് n/m ആയിരിക്കും. ഏല് 3 റോ ആണെങ്കിൽ ട്രാൻസ്പോസിൽ 3 കോളം ആയിരിക്കും. ഏല് 4 കോളം ആണെങ്കിൽ അത് ട്രാൻസ്പോസിൻ്റെ കേസിൽ 4 റോസായി മാറും. ഓക്കെ, ആ ഒരു ലോജിക്ക് മനസ്സിലാക്കുക. ഇപ്പോൾ എൻ്റെ ഓർഡർ ഒരു 5/7 ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഓർഡർ വരുന്നത് 7/5 ആയിരിക്കും. അതായത് നമ്മൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് എന്താ? റോസിനെയും കോളംസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കും. അതന്നെ സംഭവിക്കുന്നത്. എൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എൻ്റെ റോസിനെയും കോളംസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കും. അതാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ റോസിൻ്റെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരി. അതായത് എൻ്റെ കോളത്തിൻ്റെ എണ്ണം എ ട്രാൻസ്പോസിൽ റോസിൻ്റെ എണ്ണമായി മാറും. എൻ്റെ റോൻ്റെ എണ്ണം എ ട്രാൻസ്പോസിൽ കോളത്തിൻ്റെ എണ്ണമായി മാറും. സോ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് പ്രോപ്പർട്ടീസിലേക്ക് തിരിച്ചു വരാം. ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? എക്ക് ഈക്വലാണ്. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ എഴുതാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് കെ എ ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ എ ട്രാൻസ്പോസ്. അതായത് നിങ്ങളൊരു മെട്രിക്സ് എടുക്കുക, ആ മെട്രിക്സിനെ നിങ്ങളൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സെക്ഷനിൽ. ഒരു മെട്രിക്സിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അതെന്തിന് ഈക്വലൈകാരം? നിങ്ങൾ ട്രാൻസ്പോസിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വലൈകാരം. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം, കൺഫ്യൂസ്ഡ് ആയി പോകണ്ട. എ ഈക്വൽ ടു ഒരു 1 2 3 നമ്മൾ എപ്പോഴും എടുക്കേണ്ട ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ തന്നെ ഇങ്ങനെ എടുത്ത് പോകുന്നത്. ഇനി ഞാൻ കെ ആയിട്ടൊരു 2 എടുത്ത് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 2A ട്രാൻസ്പോസ് ഈക്വൽ ടു 2 × A ട്രാൻസ്പോസ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. 2A ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു 2 × A ട്രാൻസ്പോസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 2A ചെയ്യണം. 2A എന്താ വരിക? 2A ഈക്വൽ ടു ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 2 × ഈ ഒരു മെട്രിക്സ് 1 2 3 4 5 6. ഇതെന്ത് വരും? സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ, സിമ്പിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഉള്ളത്. 2 × 1 2, 2 × 2 4, 2 × 3 6, 2 × 4 8, 2 × 5 10, 2 × 6 12. ഇനി 2A കിട്ടി. ഇനി 2A ട്രാൻസ്പോസ് എന്ത് വരും? 2A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ 2A ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം ആക്കുക, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം ആക്കുക. 2 4 6 8 10 12. 2A ഓൾ ട്രാൻസ്പോസ് കിട്ടി. ഇനി 2A ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അതായത് എ ട്രാൻസ്പോസിന് എന്തുകൊണ്ട് ഗുണിക്കുക? 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 × A ട്രാൻസ്പോസ് എന്ത് വരും? എൻ്റെ ട്രാൻസ്പോസ് എന്താ? 1 2 3 ഫസ്റ്റ് കോളം 4 5 6 സെക്കൻഡ് കോളം 1 2 3 4 5 6. ഇനി ഇതെന്താ വരുന്നത് നോക്കൂ. 2A ട്രാൻസ്പോസ് ഈക്വൽ ടു ഇതിനെ ഓരോന്നിനും 2 കൊണ്ട് ഗുണിക്കുക. എന്ത് വരും? 2 × 1 2, 2 × 4 8, 2 × 2 4, 2 × 5 10, 2 × 3 6, 2 × 6 12. ഓക്കെ, സെയിം ആണല്ലോ. അതായത് നിങ്ങൾ 2A കണ്ടിട്ട് ട്രാൻസ്പോസ് എടുക്കുന്നതും എ ട്രാൻസ്പോസിനെ 2 കൊണ്ട് ഗുണിക്കുന്നതും എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ടെക്സ്റ്റിൽ വേറെ എക്സാമ്പിൾ ഉണ്ട്, നമുക്കത് ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി മനസ്സിലാക്കി വെക്കുക. കെ എ ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ എ ട്രാൻസ്പോസ്. ഈ സെക്ഷനിൽ അങ്ങനെ ക്വസ്റ്റ്യൻ വരാച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെട്രിക്സ് തരും, എന്നിട്ട് ഈ പ്രോപ്പർട്ടിയും തരും. കാരണം ഈ പ്രോപ്പർട്ടിക്ക് പേരൊന്നും ഇല്ലാത്തതുകൊണ്ട്, അസോസിയേറ്റീവ് കമ്മ്യൂട്ടേറ്റീവ് എന്നൊന്നും പേരില്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് തരാനേ നിർവാഹമുള്ളൂ. അപ്പോൾ ഈ പ്രോപ്പർട്ടി തന്നിട്ട് നമ്മളോട് ആ മെട്രിക്സും ഈ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുള്ളത്, ആ മെട്രിക്സ് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്ത് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ്.
സിമ്പിളായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഇതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. അതായത് നിങ്ങൾ രണ്ട് മെട്രിക്സിനെ പ്ലസ് ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുക്കുന്നതും ട്രാൻസ്പോസുകളെ പ്ലസ് ചെയ്യുന്നതും എന്താണ്, സെയിം ആണെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു മെട്രിക്സ് എടുത്തു 1 2 3 4 5 6 1 2 3 4 5 6. ബി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ് എടുത്തു 6 2 1 4 2 1. ഇനി എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എ പ്ലസ് ബി ആദ്യം കണ്ടുപിടിക്കണം. എ പ്ലസ് ബി എന്ത് വരും? 1 + 6 7 2 + 2 4 3 + 1 4 4 + 4 8 5 + 2 7 6 + 1 7. എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് എന്ത് വരും? ഇതിൻ്റെ ട്രാൻസ്പോസ് അതെന്താണ്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 7 4 4 8 7 7. എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ്. ഇനി എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എ ട്രാൻസ്പോസ് കാണണം. എ ട്രാൻസ്പോസ് എന്താ? ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം ആക്കുക, എൻ്റെ സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം ആക്കുക. 1 2 3 4 5 6. ഇനി ബി ട്രാൻസ്പോസ് എന്ത് വരും? 6 2 1 ഫസ്റ്റ് കോളമായിട്ട് മാറും, 4 2 1 സെക്കൻഡ് കോളമായിട്ട് മാറും. ഓക്കെ, 6 2 1 4 2 1. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും പ്ലസ് ചെയ്യുക. എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ഇതെന്ത് വരും? 1 + 6 7 4 + 4 8 2 + 2 4 5 + 2 7 3 + 1 4 6 + 1 8. നോക്കൂ, 7 7 8 8 4 4 7 7 4 4. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നോ? ഓക്കെ, ഇത് 8 ആണല്ലോ അല്ലേ? 1ഉം 7ഉം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 8 ആണ്. സോ 8 8. അപ്പോൾ നോക്കൂ, രണ്ട് മെട്രിക്സുകളും ഈക്വലാണ്. രണ്ട് മെട്രിക്സും ഈക്വൽ മീൻസ് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ചെയ്യുന്നതും എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ചെയ്യുന്നതും എന്താണ്? സെയിം ആണ്. സെയിം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു രണ്ട് മെട്രിക്സ് തന്നിട്ട് ഈ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് കാണിക്കാൻ പറയും. അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് മെട്രിക്സ് പ്ലസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും ട്രാൻസ്പോസുകൾ വേറെ വേറെ കണ്ടിട്ട് പ്ലസ് ചെയ്യുക. രണ്ട് ഈക്വൽ ആണെന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് അടുത്ത പ്രോപ്പർട്ടി. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നാലാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ, നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഐ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ. അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, ഐഡൻറ്റിറ്റി മെട്രിക്സ് നമ്മൾ പറഞ്ഞു, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താ? ഇപ്പോൾ 2/2 ഓർഡർ ആണെങ്കിൽ I2 അതെന്താണ് വരുന്നത്? 1 0 0 1. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ത് തന്നെയാണ്? നിങ്ങൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കും. ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം ആക്കുക, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ഇതന്നെയാണല്ലോ. അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെ ആയിരിക്കും. ഒരു 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ഏതാ? 3/3 1 0 0 0 1 0 0 0 1. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കും. I 3/3 എന്ത് വരും? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 0 0, സെക്കൻഡ് റോ സെക്കൻഡ് കോളം 0 1 0, തേർഡ് റോ തേർഡ് കോളം 0 0 1. സെയിം മെട്രിക്സ് ആണല്ലോ. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ നാലാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടി മനസ്സിലാക്കി വെക്കുക. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അഞ്ചാമത്തെ പ്രോപ്പർട്ടി എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ഓർക്കണം, എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്, എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് അല്ല. ഓക്കെ, അതായത് എ ബി ഓൾ ട്രാൻസ്പോസ് നിങ്ങൾ രണ്ട് മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രാൻസ്പോസ് കാണുന്നതും ബി ട്രാൻസ്പോസിനെയും എ ട്രാൻസ്പോസിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓർക്കണം, ഇങ്ങനെയല്ല, ഈ ഒരു രീതിയിലല്ല കേട്ടോ. എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് എന്നല്ല കൊടുത്തിട്ടുള്ളത്. എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു 2 3 0 1, ബി ഈക്വൽ ടു 3 4 2 1. ഓക്കെ, നമുക്ക് ഈ എ ബി ഓൾ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുമല്ലോ. 2/2 ആണ്, 2/2 ആണ്, രണ്ട് സ്ക്വയർ മെട്രിക്സ് ആണ്. നമ്പർ ഓഫ് റോസ് കോളംസ് 2 ആണ്, നമ്പർ ഓഫ് റോസ് 2 ആണ്. മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എ ബി കണ്ടുപിടിച്ച് നോക്കാം. എ ബി എന്ത് വരും? ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × 3, 2 പോകുന്നത് 3ൻ്റെ അടുത്ത്, 3 പോകുന്നത് 2ൻ്റെ അടുത്ത്. പ്ലസ് 3 × 2, 2 × 4 പ്ലസ് 3 × 1, 0 × 3,
പ്ലസ് 1 into 2, 0 into 4, 1 into 1. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ മുന്നേ കുറേ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത്. ഇനി ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കൂ. എന്ത് വരും? 2 into 3 6 plus 6 8 plus 3 0 plus 2 0 plus 1 12 11 2 1. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എ ബി ഓൾ ട്രാൻസ്പോസ്, ഇതിൻ്റെ ട്രാൻസ്പോസ് എ ബി ഇതാണല്ലോ, ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ത് വരും? 12 11 2 1. ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളമാക്കി എഴുതി, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളമാക്കി എഴുതി. അപ്പോൾ എ ബി ഓൾ ട്രാൻസ്പോസ് കിട്ടി. ഇനി ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് നോക്കും. ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ബി ട്രാൻസ്പോസ് കാണണം, ബി ട്രാൻസ്പോസ് കാണണം, എ ട്രാൻസ്പോസ് കാണണം, എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യണം. ബി ട്രാൻസ്പോസ് എന്താ വരുന്നത്? ബീൻ്റെ ട്രാൻസ്പോസ് എന്താ? 3 4 2 1. ബീൻ്റെ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളമാക്കി എഴുതുക, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളമാക്കി എഴുതുക. എ ട്രാൻസ്പോസ് എന്ത് വരും? 2 3 0 1. 2 3 ഫസ്റ്റ് കോളമായി മാറും, 0 1 സെക്കൻഡ് കോളമായി മാറും, 2 3 0 1. ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ത് വരും? ഇതിൻ്റെ കൂടെ 3 into 2 plus 2 into 3, 3 into 0 plus 2 into 1. സെക്കൻഡ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, പിന്നെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എന്ത് വരും? 4 into 2 plus 1 into 3, പിന്നെ 4 into 0 plus 1 into 1 ഇതിൻ്റെ കൂടെ. അപ്പോൾ 4 into 0 plus 1 into 1 എന്ത് വരും? 3 into 2 6 plus 6, 0 plus 2 8 plus 3 0 plus 1 എന്ത് വരും? 12 2 11 1. 12 2 11 1, 12 2 11 1. അതായത് എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസിന് ഈക്വലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ, ട്രാൻസ്പോസിൻ്റെ കേസിൽ എ ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസിന് ഈക്വലാണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ലാസ്റ്റത്തെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്നുള്ള കേസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകേണ്ടത് മെയിനായിട്ട് 2 കാര്യങ്ങളാണ്. നമ്മൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ ടൈപ്സ് ഓഫ് മെട്രിക്സസ് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. റെക്റ്റാങ്കുലർ, സ്ക്വയർ, ഡയഗണൽ, സ്കാലാർ, ട്രയാങ്കുലർ എന്നൊക്കെ പറഞ്ഞിട്ട്, ലോവർ ട്രയാങ്കുലർ, അപ്പർ ട്രയാങ്കുലർ എന്നൊക്കെ പറഞ്ഞൊരു സെക്ഷനിൽ നമ്മൾ 11 ടൈപ്പ് പറയാനുള്ളത് നമ്മൾ 10 ടൈപ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ടൈപ്പ് നമ്മൾ വിട്ടുപോയായിരുന്നു. ആ ഒരു ടൈപ്പാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ടൈപ്സ് ഓഫ് മെട്രിക്സസിലെ 11ാമത്തെ ടൈപ്പ്, അതാണ് സിമെട്രിക് മെട്രിക്സസ്. സിമെട്രിക് മെട്രിക്സസ്. ഓക്കെ, അതായത് 2 മെട്രിക്സുകൾ സിമെട്രിക് ആവുന്നത് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതേ മെട്രിക്സ് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാൻ കഴിയും. ഓക്കെ, അതായത് ഒരു മെട്രിക്സ് അതിൻ്റെ ട്രാൻസ്പോസ് നിങ്ങൾ എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാൻ കഴിയും. ഓക്കെ, അതായത് സിമെട്രിക് മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എഴുതിയാൽ മതി. മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി സിമെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെ കിട്ടണം, എന്നാൽ സിമെട്രിക് ആണ്. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാണ്. 1 5 4 5 2 minus 1 5 2 minus 1 4 minus 1 3. ഓക്കെ, ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് കണ്ടുപിടിച്ച് നോക്കും. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്താ വരിക? ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളമാക്കി പ്ലേസ് ചെയ്യുക. 1 5 4 5 2 minus 1 4 minus 1 3. നോക്കൂ, ഈ മെട്രിക്സ് തന്നെയല്ലേ? രണ്ടും സെയിം മെട്രിക്സ് തന്നെയല്ലേ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാക്കി, സെക്കൻഡ് റോ സെക്കൻഡ് കോളമാക്കി, തേർഡ് റോ തേർഡ് കോളമാക്കി. സോ ഫസ്റ്റ് എയും എ ട്രാൻസ്പോസും എന്താണ്? സെയിം ആണ്. സോ ഇതെന്ത് മെട്രിക്സിന് എക്സാമ്പിളാണ്? സിമെട്രിക് മെട്രിക്സിന് എക്സാമ്പിളാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഒരു മെട്രിക്സ് സിമെട്രിക് ആവുന്നത് ട്രാൻസ്പോസും ആ മെട്രിക്സും സെയിം ആകുമ്പോഴാണ്. ഇതായിരുന്നു നമുക്ക് ഞാൻ അവിടെ സ്കിപ്പ് ചെയ്ത് പോയ 11ാമത്തെ മെട്രിക്സ്, 11ാമത്തെ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോസ് മനസ്സിലായതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ സിമ്പിളാണ്. റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ മെട്രിക്സിൽ മാറ്റം ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് സിമെട്രിക് മെട്രിക്സ്, അതായത് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കേസ് ഉണ്ട്. ഇതിൻ്റെ മറ്റൊരു കേസാണ്, അതായത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് അതായത് ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത് ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് മെട്രിക്സ് വരണം. അതായത് എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a
ആണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ സ്ക്യൂ സിമെട്രിക് എന്ന് പറയാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്താൽ എ ഈക്വൽ ടു 054 -5 -5 0 -5 0 -1 -4 -1 0 -4 1 0 -5 second 0 -5 -0 5 -4 1 0. ഓക്കെ, ഇതാണ് മെട്രിക്സ്. ഇതിൻ്റെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കും. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ത് വരുന്നത്? ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളമാക്കി എഴുതി 054, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളമാക്കി -5 0 -1, തേർഡ് റോനെ തേർഡ് കോളമാക്കി എഴുതി -4 1 0. നോക്കൂ, എ ട്രാൻസ്പോസ് എയും തമ്മിലുള്ള ബന്ധം എന്താ? എ ട്രാൻസ്പോസിലെ നമ്പറുകളുടെ നെഗറ്റീവാണ്, അല്ല എയിലുള്ള നമ്പറുകളുടെ നെഗറ്റീവാണ് എ ട്രാൻസ്പോസുകൾ. 5 ഉള്ളത് -5 ആയി, 4 ഉള്ളത് -4 ആയി, -5 ഉള്ളത് 5 ആയി, -1 ഉള്ളത് 1 ആയി, -4 ഉള്ളത് 4 ആയി, 1 ഉള്ളത് -1 ആയി. അതായത് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എൻ്റെ നെഗറ്റീവ്സ് ആണ്. അപ്പോൾ ഈ രീതിയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ ക്വസ്റ്റ്യൻ വരിക, ഒരു മെട്രിക്സ് തന്നിട്ട് അത് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ട്രാൻസ്പോസ് എടുക്കുക, ട്രാൻസ്പോസ് ആ മെട്രിക്സ് തന്നെയാണെന്ന് കാണിച്ചു കൊടുക്കുക, അപ്പോൾ അത് സിമെട്രിക് ആണ്. ഇനി സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ വീണ്ടും ട്രാൻസ്പോസ് എടുക്കുക. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ തന്ന മെട്രിക്സിൻ്റെ നെഗറ്റീവ് ആണെന്ന് കാണിച്ചു കൊടുക്കുക. എ ട്രാൻസ്പോസ് -എക്ക് ഈക്വൽ ആണെന്ന് കാണിച്ചു കൊടുക്കുക. അതിനെ എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക സിമെട്രിക് എന്താണ്, സ്ക്യൂ സിമെട്രിക് എന്താണ്. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ മെട്രിക്സ് തന്നെ കിട്ടിയാൽ സിമെട്രിക്, ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നെഗറ്റീവ് തന്ന മെട്രിക്സിൻ്റെ നെഗറ്റീവ് ഓപ്പോസിറ്റ് മെട്രിക്സ് കിട്ടിയാൽ, ഓപ്പോസിറ്റ് സൈനുള്ള മെട്രിക്സ് കിട്ടിയാൽ സ്ക്യൂ സിമെട്രിക്. ഓക്കെ, ഈ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ്, ഈ യൂണിറ്റിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഓർത്തോഗണൽ മെട്രിസസ്. ഓർത്തോഗണൽ മെട്രിസസ്. ഓക്കെ, ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആവുന്നത് എപ്പോഴാണെന്നറിയോ? ആ മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് വരണം. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എയും എൻ്റെ ട്രാൻസ്പോസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് വരണം. എയും ട്രാൻസ്പോസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരണം? ഐഡൻറ്റിറ്റി മെട്രിക്സ് വരണം. ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. എ ഈക്വൽ ടു ഞാൻ എഴുതാണ്, എ ഈക്വൽ ടു ഒരു 1/3 into 1 2 2 2 1 -2 2 1 -2 -2 2 -1 -2 2 -1. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇത് ഓർത്തോഗണൽ മെട്രിക്സ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയോടുകൂടെ ഇതിൻ്റെ ട്രാൻസ്പോസിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? അപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണം. ഇതിപ്പോൾ ഓർഡർ എന്താണ്? 3/3 ആണ്. 3/3യിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താണ്? 3/3ൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 0 0 0 1 0 0 0 1 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ മെട്രിക്സിനോട് ഇതിൻ്റെ ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ത് വരും? 1/3 1/3 തന്നെ. അത് സ്കാലാർ ആയതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ട് വെക്കാം. ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കാം. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ത് വരും? ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളമാക്കി ചെയ്താൽ 1 2 2 2 1 -2, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളമാക്കി, തേർഡ് റോനെ തേർഡ് കോളമാക്കുക -2 2 -1. ഓക്കെ, ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കും. അതായത് എയും എ ട്രാൻസ്പോസും. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എന്തെന്ന് പറയാം? ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാം. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. എയും ഇതുമല്ലേ, അപ്പോൾ 1/3 1/3 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? 1/9 ആയി മാറും. 1/3 1/3 മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ എന്ത് വന്നു? 1/9 വന്നു. ഈ മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സ്കാലാർസ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 1/9 ആണ് വന്നത്. 1 × 1 1, 3 × 3 3 9, അപ്പോൾ 1/9. സ്കാലാർസ് ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, എന്ത് വരും? ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, നമുക്കറിയാം. അപ്പോൾ 1 × 1 + 2 × 2 + 2 × 2. ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം, ഇനി ഫസ്റ്റ് റോനെ സെക്കൻഡ് കോളം എന്ത് വരും? 1 × 2 + 2 × 1 + 2 × -2. ഇനി ഫസ്റ്റ് റോനെ തേർഡ് കോളം അതെന്ത് വരും? 1 × 1 + 2 × 2 + 2 × -2. 1 തേർഡ് റോനെ ഫസ്റ്റ് റോനെ തേർഡ് കോളായിട്ടല്ലേ? അപ്പോൾ സെക്കൻഡ് റോ ചെയ്ത് ശരിയാണോ? 1 × 2 2 × 1 2 × -2. ഓക്കെ, ഇനി ഫസ്റ്റ് റോനെ തേർഡ് കോളം, അപ്പോൾ എന്ത് വരും? 1 × -2 +
2 into 2 plus 2 into minus 1. 2 into minus 1. ഇനി സെക്കൻഡ് റോനെ ഫസ്റ്റ് കോളമായിട്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ 2 into 1 plus 1 into 2 plus minus 2 into 2. ഇതും ഇതും. ഇനി ഇതും ഇതും. അപ്പോൾ എന്ത് വരും? 2 into 2 plus 1 into 1 plus minus 2 into minus 2. പിന്നെ ഈ റോയും ഇതും. അപ്പോൾ എന്ത് വരും? 2 into minus 2 plus 1 into 2 plus minus 2 into minus 1. Minus 2 into minus 1. ഇനി നെക്സ്റ്റ് തേർഡ് റോനെ ഫസ്റ്റ് കോളായിട്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ -2 into 1 plus 2 into 2 plus minus 1 into 2. ഇനി തേർഡ് റോ സെക്കൻഡ് കോളം. അപ്പോൾ -2 into 2 plus 2 into 1 plus minus 1 into minus 2. ഇനി തേർഡ് റോ വിത്ത് തേർഡ് കോളം. അപ്പോൾ -2 into -2 plus 2 into 2 plus minus 1 into minus 1. ഓക്കെ. ഇനി ഇതെങ്ങനെ വരും? 1/9 ഇൻറ്റു ഇത് ഓരോന്ന് ചെയ്ത് നോക്കൂ. എന്താ വരുന്നത്? 1 into 1 1, 2 into 2 4, 2 into 2 4. ഇത് 1 into 2 2, 2 into 1 2, 2 into minus 2 minus 2 into minus 2 എന്ന് പറയുന്നത് minus 4. ഇനി 1 into minus 2 minus 2, 2 into 2 plus 4, 2 into minus 1 minus 2 plus minus 2. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് 2 into 1 2, 1 into 2 2, minus 2 into 2 plus minus 4. നെക്സ്റ്റ് വരുന്നത് 2 into 2 4, 1 into 1 1, minus 2 into minus 2 plus 4. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 2 into minus 2 minus 4, 1 into 2 2, minus 2 into minus 1 plus 2. നെക്സ്റ്റ് വരുന്നത് -2 plus 4 plus minus 2. പിന്നെ വരുന്നത് -4 plus 2 minus plus 2 plus 2. പിന്നെ 4 plus 4 plus 1. ഞാൻ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കും. എങ്ങനെ വരുന്നത്? 1/9 ഇൻറ്റു ഇത് 9 വരും. പിന്നെ 2 plus 2 4, 4 minus 4 0, -2 plus 4 -2 plus 4 2, 2 plus minus 2 0. പിന്നെ 2 plus 2 4, 4 minus 4 0. പിന്നെ 4 plus 4 8, 8 plus 1 9, -4 plus 2 -2, -2 plus 2 0. പിന്നെ -2 plus 4 2, 2 plus minus 2 എന്ന് പറയുന്നത് 0. പിന്നെ -4 plus 2 -2, -2 plus 2 0. പിന്നെ -4 plus 4 സോറി ഇവിടെ 4 plus 4 plus 1 9. അപ്പോൾ ഇതായിരിക്കും വരിക. ഇനി 1/9 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാത്തിൻ്റെ താഴെ 9 വരും. അപ്പോൾ ഇതെങ്ങനെയായി മാറും? 9/9 0/9 0/9 0/9 9/9 0/9 0/9 0/9 9/9. ഇതെന്തായി മാറും? 9/9 1, 0/9 0, 0/9 0, 0/9 0 1 0 0 0 1. ഓക്കെ. അപ്പോൾ നോക്കി നോക്കൂ. എയും എ ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1 0 0 0 1 0 0 0 1 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടിയത്. അതായത് ഇത് എന്ത് മെട്രിക്സ് ആണ്? എ എന്ന് പറയുന്നത് ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും തമ്മിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാൻ കഴിയും. നിങ്ങൾ എ ട്രാൻസ്പോസ് ചെയ്യുന്നതും എ ട്രാൻസ്പോസ് എ ചെയ്താലും ഐഡൻറ്റിറ്റി തന്നെ ആയിരിക്കും വരിക. ഓക്കെ. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ള സിലബസിലുള്ള സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ടെക്സ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും ആണ് ഫസ്റ്റ് ചാപ്റ്ററിലെ മെട്രിക്സ് ഇൻട്രൊഡക്ഷൻ ടു മെട്രിക്സസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന സിലബസ്. ഓക്കെ.